അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങി കൊളംബിയ. അമേരിക്കൻ സൈനിക വിമാനത്തിൽ എത്തുന്ന പൗരന്മാരെ സ്വീകരിക്കാമെന്ന് കൊളംബിയ അംഗീകരിച്ചു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായേക്കാവുന്ന വലിയ വ്യാപാര പ്രതിസന്ധിക്കാണ് അവസാനമായത്. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ കൊളംബിയൻ പൗരന്മാരെ നാടുകടത്തുന്ന നടപടിയെ തുടർന്നാണ് US കൊളംബിയ ബന്ധം വഷളായത്. അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് ലാൻഡിംഗ് അനുമതി നിഷേധിച്ച കൊളംബിയയുടെ നിലപാടിനെ തുടർന്ന് കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ നികുതി വർദ്ധിപ്പിക്കുമെന്നും ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കൂടാതെ യാത്രാ നിരോധനം, കൊളംബിയൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിസ റദ്ദാക്കൽ, സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതൊരു തുടക്കം മാത്രമാണെന്ന് പറഞ്ഞ ട്രംപ് അതിർത്തികളിൽ പരിശോധന ശക്തമാക്കുമെന്നും വ്യക്തമാക്കി. ഇതിനു പിന്നാലെ കൊളംബിയയും US ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി പ്രഖ്യാപിച്ചു. എന്നാൽ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊളംബിയ അമേരിക്കയ്ക്ക് വഴങ്ങി. സൈനിക വിമാനങ്ങളിൽ എത്തുന്ന കൊളംബിയൻ പൗരന്മാരെ സ്വീകരിക്കാമെന്നും മറ്റു വ്യവസ്ഥകളൊന്നും ഇല്ലെന്നും കൊളംബിയൻ ഭരണകൂടം പ്രതികരിച്ചു. ലാറ്റിൻ അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ US വ്യാപാര പങ്കാളിയാണ് കൊളംബിയ. എന്നാൽ ഇത് പരിഗണിക്കാതെയായിരുന്നു കൊളംബിയയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന ട്രംപിന്റെ ഭീഷണി. അമേരിക്കയിൽ നിന്ന് ബ്രസീലിയൻ പൗരന്മാരെ വിലങ്ങ് ധരിപ്പിച്ച് തിരികെ എത്തിച്ചതിൽ ബ്രസീൽ നീരസം പരസ്യമാക്കിയിരുന്നു. അമേരിക്കയുടെ ഈ നടപടിയെ അപലപിച്ച കൊളംബിയൻ പ്രസിഡന്റ് ഗസ്താവോ പെട്രോ കൊളംബിയൻ പൗരന്മാരെ സിവിലിയൻ വിമാനങ്ങളിൽ തിരികെ എത്തിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. സമാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മെക്സിക്കോയും US വിമാനങ്ങൾക്ക് ലാൻഡിംഗ് അനുമതി നിഷേധിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.